നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമ. ജ്ഞാനപ്പാന 14ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഭഗവാന്റെ വിലാസങ്ങൾ കാണുമ്പോൾ നമ്മൾ കാട്ടിക്കൂട്ടുന്നതെല്ലാം തന്നെ വിഡ്ഢിത്തരങ്ങളാണ് എന്ന് പറഞ്ഞാണ് നിർത്തിയത്. വീണ്ടും തുടരുന്നു. ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭുവനം നമുക്കായതിതു തന്നെ, വിശ്വനാഥൻ പിതാവോ നമുക്കെല്ലാം വിശ്വധാത്രീ ചരാചര മാതാവും. ഒരു യഥാർത്ഥ ഭക്തൻ എപ്പോഴും ചിന്തിക്കേണ്ടത് എൻ്റെ വീട് ഈ ലോകമാണ്. ഒരു ഭക്തന് സ്വന്തമായിട്ട് സമ്പത്തും ഐശ്വര്യവും ഒന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ലോക നന്മ തന്നെയാണ്. കാരണം ലോകമാണ്. ലോകമേ തറവാട് തനിക്ക് ചെടികളെന്ന് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഭുവനം തന്നെയാണ് എൻ്റെ വീട്. ഭൂതികളൊക്കെയും, ഇതിൽ കാണുന്ന എല്ലാ സാധനങ്ങളും, ചരാചര ജീവികളും എല്ലാ വസ്തുക്കളും മുഴുവനും എൻ്റെ തന്നെയാണ്. ഭുവനം നമുക്കായതിതു തന്നെ. അപ്പോൾ മറ്റൊന്നും എനിക്ക് എൻ്റെ എന്ന് പറഞ്ഞിട്ടൊന്നും വേണ്ട. ഈ ലോകത്തിലുള്ള സമ്പത്തും ഐശ്വര്യവും, ഈ നിറഞ്ഞിട്ടുള്ള ഈ ലോകം തന്നെയാണ് എൻ്റെ വീട് എന്നാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തൻ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണു ഭക്തന്മാരാണ് എൻ്റെ സുഹൃത്തുക്കൾ. ഞാൻ സുഹൃത്തുക്കളായിട്ട് കാണുന്നത് വിഷ്ണു ഭക്തന്മാരെയുമാണ്. ഇനി എന്താ പറഞ്ഞത്? വിശ്വനാഥൻ പിതാവ് നമുക്കെല്ലാം. സാക്ഷാൽ ഭഗവാനാണ് നമ്മൾക്ക് പിതാവായിട്ട് വരുന്നത്. വിശ്വധാത്രി ചരാചര മാതാവും. അമ്മ ആരാന്ന് ചോദിച്ചാൽ വിശ്വധാത്രിയും. അപ്പോൾ വിശ്വനാഥൻ പിതാവ് നമുക്കെല്ലാം വിശ്വധാത്രി ചരാചര മാതാവും. പ്രകൃതിയാണ് നമ്മുടെ മാതാവ്. അമ്മയാണല്ലോ എല്ലാം മക്കൾക്ക് എപ്പോഴും കൊടുക്കുന്നതും ചെയ്തു കൊടുക്കുന്നതും എല്ലാം. അപ്പോൾ ഈ പ്രകൃതിയാണ് നമ്മൾ ജീവിക്കുന്ന എല്ലാ സാധനങ്ങളും, എല്ലാ അനുകൂല സാഹചര്യങ്ങളും സൃഷ്ടിച്ചു തരുന്നത്. അതുകൊണ്ട് അവരാണ് നമ്മുടെ അമ്മ. അപ്പം നമുക്ക് ആരൊക്കെയുണ്ട്? അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ, രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും ഭിക്ഷാന്നം നല്ലൊരാക തന്നെ പണിയുള്ളൂ. അപ്പം പിന്നെ അച്ഛനായി അമ്മയായി. അച്ഛനുണ്ട്, അമ്മയുണ്ട്. രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും, അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന എത്ര കാലമാണോ അത്രയും കാലം ഇവർ ജീവിച്ചിരിക്കും. നമ്മൾ ഇപ്പം പറയുന്ന അച്ഛനമ്മ എന്നവരെല്ലാം ഒരു പക്ഷേ ഒരു മരണത്തിന് കീഴ്പ്പെട്ടു പോയി എന്ന് വരാം. പക്ഷേ ഈ വിശ്വനാഥനും വിശ്വധാത്രിയും അവരൊരു കാലത്തും നശിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അച്ഛനും അമ്മയും നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നുവോ അത്രയും കാലം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി ഭിക്ഷാന്നം നല്ലൊരു അന്നവും ഉണ്ടല്ലോ, ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. നമുക്ക് അത്ര സ്വത്ത് വേണം, എനിക്കിത്ര സ്വത്ത് വേണം, അർത്ഥത്തിന് വേണ്ടിയിട്ടുള്ള പാച്ചിലാണല്ലോ നമ്മളുടെ ജീവിതം എന്ന് പറയണത്. അർത്ഥം എന്ന് പറയുമ്പോൾ ധനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒരു നേരത്തെ ഭക്ഷണമൊക്കെ, ഭിക്ഷാന്നം നല്ലൊരു അന്നവും ഉണ്ടല്ലോ. ഭിക്ഷ തേടിയിട്ടെങ്കിലും നമുക്ക് ഒരു നേരം ഭക്ഷണം കിട്ടാനായിട്ടുള്ള ധാരാളം വഴികളുണ്ട്. അതുകൊണ്ട് അത് ഒരു നേരം കഴിക്കുക, നമ്മൾ തൃപ്തിപ്പെടുക. മറ്റൊരു ആഗ്രഹങ്ങളും എനിക്കില്ല. എനിക്ക് അത് കിട്ടണമെന്നോ ഇത് കിട്ടണമെന്നോ നാളെ അങ്ങനെ എത്തണമെന്നോ എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കിട്ടുന്ന ഭക്ഷണം തിന്ന് നമ്മൾ ജീവിക്കാമല്ലോ. അത് ഭക്ഷിക്കുക മാത്രമേ നമുക്ക് പണിയുള്ളൂ എന്ന്. ബാക്കി നേരം മുഴുവൻ എന്ത് ചെയ്യണം? ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം. നമ്മുടെ സിദ്ധകാലം കഴിയോളമീ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും. നാമജപത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. ശക്തി കൂടാതെ, ആസക്തിയൊന്നുമില്ലാതെ, ഒരു കാര്യത്തിലും ആസക്തിയില്ലാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ട് ജപിക്കണം. സിദ്ധകാലം കഴിയുക, ഈ ജന്മം മുഴുവനും കഴിയുന്നവരെയും വളരെ ശ്രദ്ധയോടെ ഭഗവാനിൽ മനസ്സ് വെച്ച് ഭഗവാനെ ഭജിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. ഹരീഷാശ്രുപരിപ്ലുതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ.
കാണാകുന്ന അചര ജീവിയെ, ചരാചര ജീവികളെല്ലാം, അതായത് നമ്മൾ എന്താണോ പ്രകൃതിയിൽ കാണുന്നത്, പ്രകൃതി നമ്മയുടെ അമ്മയാണ്, അപ്പോൾ പ്രകൃതിയിൽ കാണുന്നതെല്ലാം അമ്മയുടെ മക്കളുമാണ്. അപ്പോൾ എല്ലാ ചരാചരങ്ങളെയും കാണുമ്പോൾ നമ്മൾ വലിപ്പച്ചെറുപ്പമില്ലാതെ നാണം കൈവിട്ട് കുപ്പി സ്തുതിക്കണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ വലുത് എന്ന ഒരു അഹങ്കാരമില്ലാതെ എല്ലാവരും തുല്യരാണ്, എല്ലാറ്റിലും ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു. അപ്പോൾ എല്ലാവരും ഈശ്വരന്മാരാണ്. ഞാനും എൻ്റെ ഉള്ളിലും ഈശ്വരനുള്ളതുകൊണ്ട് ഞാനും ഈശ്വരനാണ്. അപ്പോൾ ഞാൻ ഏത് വസ്തുവിനെ കാണുകയാണെങ്കിലും നമ്മൾ ചരങ്ങളായും അചരങ്ങളായിട്ടുള്ള എല്ലാ വസ്തുക്കളും പ്രകൃതിയിൽ കാണുന്നുണ്ട്. അത് ഏത് വസ്തുവായാലും ശരി എനിക്ക് തുല്യമാണ്. അതുകൊണ്ട് അവരെ നമസ്കരിക്കാൻ, അതേത് വസ്തുവിനെ ആയാലും അതിനെ ആദരിക്കാൻ, അതിനോട് വിനയം കാണിക്കാൻ, ഏത് ജീവികളോടും വിനയം കാണിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ, ചെയ്യണം. നാണം കൂടാതെ കൂപ്പി സ്തുതിക്കണം. യഥാർത്ഥ ഭക്തൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഹരിശ്രാശ്രു പരിപ്ലതനായിട്ടു പുരുഷാദികളൊക്കെ സഹിച്ചുടൻ. ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അത്രയധികം സന്തോഷാശ്രു വരണമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അത്രയ്ക്കും സന്തോഷം നമുക്കുണ്ടാവണം. പരുഷാദികളെ സഹിക്കണം. നമ്മളെ ദുഷിച്ച് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് എതിർക്കാൻ പോകരുത്, അവരോട് ദേഷ്യം കാണിക്കാൻ പോകരുത്. അതിനു പകരം അതെല്ലാം സഹിക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ പരസ്പരം കാണുമ്പോൾ നമസ്തേ എന്നാണ് പറയാറ്. കൈ കൂപ്പുകയും ചെയ്യും, നമസ്തേ പറയുകയും ചെയ്യും. അതൊരു പ്രത്യേക രീതിയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം എന്താണ് ചെയ്യണത്, ഗുഡ് മോർണിംഗ് ആണ് പറയുന്നത്. ഇപ്പോൾ ഗുഡ് മോർണിംഗ് പറയുന്നതിന് പകരമാണ് നമ്മൾ അവിടെ നമസ്തേ പറയുന്നത്. പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ഹായ്, ഹലോ, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ച് ഒരു ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കും. പക്ഷേ ആ നമസ്തേ പറയുന്നതിൻ്റെ ഒരു പരിപൂർണത ഈ കൊടുക്കുന്നതിൽ കിട്ടുന്നില്ല എന്ന് തോന്നാറുണ്ട് ചിലപ്പം. ഇതൊരു കുറച്ച് ആർട്ടിഫിഷ്യലായ പോലെ തോന്നും. മറ്റേ നമ്മൾ ഒരാളെ കണ്ടാൽ കൈകൂപ്പുന്നത് നമസ്കാരം അല്ലെങ്കിൽ നമസ്തേ എന്ന് പറയുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അതായത് നമ്മൾക്ക് അവരെ സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം എന്നാണ്. സജ്ജനങ്ങളായാലും ആരായാലും ചരാചര ജീവികൾ ആര് തന്നെ ആയാലും, പ്രത്യേകിച്ച് സജ്ജനങ്ങളാണെങ്കിൽ, നമ്മൾ ബഹുമാനിക്കേണ്ട ആൾക്കാരാണെങ്കിൽ അവരെ ലജ്ജ കൂടാതെ വീണു നമിക്കണം. അയ്യേ, ഞാൻ അവൻ്റെ മുന്നിൽ ഞാൻ അവൻ്റെ മുന്നിൽ നമസ്കരിക്കുക, നന്നായി. ഇന്നത്തെ കുട്ടികളോടൊക്കെ പറഞ്ഞു നോക്കൂ. പണ്ടൊക്കെ നമ്മുടെ മക്കളൊക്കെ എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കാല് തൊട്ട് വന്നിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇറങ്ങുക. ഇപ്പോഴത്തെ ചെറിയ തലമുറയോട് പറഞ്ഞു നോക്കൂ, അവരൊന്നും അത് ചെയ്യുന്നു തോന്നുന്നില്ല. അവർക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. അവരുടെ അമ്മ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ, പക്ഷേ മക്കൾ ചെയ്തോളണമെന്നില്ല. ചെറിയ കുട്ടികളാണ് പറയുന്നത്. അവർക്ക് അതിൻ്റെ അർത്ഥം എന്തിനാണ് എന്നത്, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യണം എന്നത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ചില കുട്ടികളൊക്കെ അത് അനുസരിക്കും. മറ്റു ചിലർ ചിലപ്പോൾ തർക്കത്തരം പറഞ്ഞു അതാ എൻ്റെ ആവശ്യം എന്താ എന്ന് ചിലപ്പോൾ ചോദിക്കുന്നവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ മറ്റുള്ളവർ എന്ത് നമ്മളോട് പറഞ്ഞാലും അതെല്ലാം നമ്മൾ സഹിക്കണം. നമുക്ക് അവരോട് തിരിച്ചൊന്നും ചെയ്യാനില്ല. ഞാനത് ശ്രദ്ധിക്കുന്നേ ഇല്ല എന്ന ഭാവത്തിൽ അവിടെ നിന്ന് പോരുകയാണ്. അവരോട് തിരിച്ച് ദേഷ്യപ്പെടുന്നതിനേക്കാളും നല്ലത്. അതേപോലെ തന്നെ സജ്ജനങ്ങളെ കാണുമ്പോൾ ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. ഇനി ഭക്തി അത്രയ്ക്കും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഉറക്കെ തന്നെ മത്തനെ പോലെ ആനന്ദത്തിൽ ആറാടുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഭഗവാൻ നമ്മുടെ മുന്നിൽ വന്നാൽ എങ്ങനെയായിരിക്കും നമ്മുടെ സ്ഥിതി? സന്തോഷം കൊണ്ട് നമുക്ക് സന്തോഷം വരുന്നത് സിനിമാ സെലിബ്രിറ്റീസും അതുപോലെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ഇങ്ങനെയുള്ള ഒഫീഷ്യൽ ആൾക്കാരൊക്കെ നമ്മുടെ മുന്നിൽ വന്നാൽ നമുക്ക് വലിയ സന്തോഷം അല്ലേ. അതിന് പകരം സാക്ഷാൽ ഭഗവാനാണ് നമ്മുടെ മുന്നിൽ എന്ന് ചിന്തിച്ചിട്ട്, ഭഗവാൻ മുന്നിൽ വരില്ല എന്ന് നമുക്കറിയാം, എങ്കിലും ഭഗവാന്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴൊക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമ്മുടെ പല കാര്യങ്ങളിലും നമുക്ക് നേരിട്ട് ഭഗവാൻ വന്ന് എന്തെങ്കിലും തരുകയല്ല, അനുഗ്രഹം അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിന് ഫലം തരുകയല്ല. പക്ഷേ നമ്മളറിയാതെ തന്നെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരാശ്വാസ വാക്ക് അല്ലെങ്കിൽ ഒരാശ്വാസ പ്രവൃത്തി, അങ്ങനെ എന്തെങ്കിലും നമുക്ക് തന്നെ വന്ന് ചേരുക. അതാണ് ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. അവിടെ ഭഗവാന്റെ ഒരു അനുഗ്രഹം നമ്മൾ ഫീൽ ചെയ്യണം. ഇത് ഇന്നതുകൊണ്ടാണ് അങ്ങനെ ശരിയായത്. ഒട്ടും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. ചിലപ്പോൾ എവിടുന്നോ ഒരു വഴി തെളിഞ്ഞു വരും എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ അത് പെട്ടെന്ന് ശരിയായി കിട്ടിയെന്നും വരാം.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മറക്കാതെ ഭഗവാനെ നമസ്കരിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഭക്തി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആനന്ദ നൃത്തം തന്നെ ചെയ്യാം. മത്തനെ പോലെ നൃത്തം കുതിക്കണം എന്നാണ്. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങളശേഷമൊഴിഞ്ഞിടും, വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ, പാലിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ പ്രാരബ്ധങ്ങൾ അശേഷമൊഴിഞ്ഞിടും. പിന്നെ നമുക്ക് ഈ കർമ്മവാസനകളെല്ലാം ഒടുങ്ങി നമ്മുടെ. അപ്പോൾ പിന്നെ നമ്മൾ മോക്ഷപ്രാപ്തിയിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മൾ അതല്ലല്ലോ ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമേ അല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് ലോകത്ത് നടക്കുന്നത് എന്ന്. അന്നത്തെ കാലത്താട്ടോ, ഇത് കവി എഴുതുന്ന സമയത്തെ ഒരു ലോകമാണ് കവി വരച്ച് കാട്ടിയത്. ഇപ്പം അതിൻ്റെ എന്താ പറയേണ്ടത്, സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി വഷളായിട്ടുണ്ട് എന്ന് പറയാം. അതേപോലെയാണ് ഇന്നത്തെ ലോകം. അപ്പം ഇന്നത്തെ ലോകത്ത് നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ പാപം തീരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സംശയം തന്നെയാണ്. എങ്കിലും ഉപദേശിച്ചു തരാണ്, ഇതുപോലെയൊക്കെയാണ് നിങ്ങൾ എപ്പോഴും നാമജപല്ലേ, ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ട് ജപിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ജപിച്ച് ഭഗവാനിൽ മാത്രം, വേറെ ആരും നമ്മളെ രക്ഷിക്കാനില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുക. ആരും ഉണ്ടാവില്ല. നമുക്ക് തോന്നും പലരും ഉണ്ട് തോന്നും. പക്ഷേ നമ്മൾക്ക് ഒരു അത്യാവശ്യ ഘട്ടം എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക സാക്ഷാൽ ബന്ധു ആരാണ്, ശത്രു ആരാണ്, നല്ല സുഹൃത്ത് ആരാണ്, മോശപ്പെട്ട സുഹൃത്ത് ആരാണ്. നമ്മൾ എത്രയും കാലം വളരെ നല്ലതാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരുടെ തനി സ്വഭാവമൊക്കെ അപ്പോൾ പുറത്ത് വരും. അപ്പം നമുക്ക് മനസ്സിലാവും ഞാൻ തന്നെയുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞൂലേ, കൂടിയല്ല പിറക്കുന്ന നേരത്ത് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഒറ്റയ്ക്ക് വരുന്നു, മരണത്തിലും നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നു. നീ മരിച്ചോ എന്നാൽ ഞാനും ഒപ്പം മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര നമ്മുടെ കർമ്മങ്ങളെ തീർക്കണം, കർമ്മങ്ങൾ എത്രയും ഒടുങ്ങണം എന്നാണ്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ കർമ്മബന്ധങ്ങളൊക്കെ കുറേശ്ശെയായിട്ട് ഒഴിഞ്ഞു വരും. ഇനി വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ, എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. ആ കർമ്മങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ദേഹം ഒരിടത്ത് പതിക്കുന്നു. അതായത് നമ്മൾ മരണം വരുന്നു, നമ്മളുടെ ശരീരം ജഡമായിട്ട് മാറുന്നു. അതുവരെയും എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മൾ വന്നത്. ആ കർമ്മങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ദുഷ്കർമ്മമാവാം സൽക്കർമ്മമാവാം, കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് നേടിയെടുത്തതാണ്. അതുകൊണ്ടെന്ന് ഈ ജന്മത്തിലെങ്കിലും നല്ലത് ചെയ്താൽ എന്താണ്, അടുത്ത ജന്മത്തിലേക്ക് പോവാതെ, അതായത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളെല്ലാം ഇവിടെ തീരുകയും ചെയ്തു, പുതിയതായിട്ട് ഞാൻ ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, നല്ല കർമ്മങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് നമ്മൾക്ക് മോക്ഷപ്രാപ്തിയിലേക്കുള്ള ഒരു സ്റ്റെപ്പും കൂടെ മുകളിലേക്കാണ് നമ്മളെ എത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പോൾ വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരിടത്ത്. ഇത്രയും വായിക്കാം. ഇനി ഒരു ദിവസം കൂടെ വായിക്കാനുള്ളതുണ്ട്, അതടുത്ത ദിവസം വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിദ്ധമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.